ഹായ് ഗായ്സ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ആലീസ് മാത്യു. നമ്മൾ കവേർഡ് നാർസിസ്റ്റിനെ പറ്റിയാണ് കഴിഞ്ഞ വീഡിയോയിൽ സംസാരിച്ചത്. ഒരു കവേർഡ് നാർസിസ്റ്റുമായിട്ടുള്ള ജീവിതം ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. ഇനി അതൊരു ഫ്രണ്ട് ആവട്ടെ, പാർട്ട്ണർ ആവട്ടെ, പേരൻസ് ആവട്ടെ, കോവർക്കർ ആവട്ടെ, ആരായിരുന്നാലും ഭയങ്കരമായിട്ടും ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു ജീവിതമായിരിക്കും. ഇത് കവേർഡ് നാർസിസ്റ്റിന്റെ ഒരു പ്രത്യേകത എന്നാന്ന് പറഞ്ഞാൽ നമ്മൾ ഇവരെ മനസ്സിലാക്കാനായിട്ട് ഒരുപാട് വൈകി പോകും. കാരണം ഇവർ ഭയങ്കര മാനിപ്പുലേറ്റീവ് ആണ്. നമ്മൾ ഇവരെ ഇതൊരു നാർസിസ്റ്റിക് ബിഹേവിയർ ആണല്ലോ, അല്ലെങ്കിൽ തന്നെ അങ്ങ് ഭയങ്കരമായിട്ട് അങ്ങ് ഇടിച്ച് താക്കുന്നു അല്ലെങ്കിൽ അങ്ങ് നശിപ്പിക്കുന്നു എന്നൊക്കെ ഓർത്ത് വരുമ്പോഴേക്കുണ്ടല്ലോ നമ്മുടെ ക്ഷമയുടെ നെല്ലിപ്പലക അങ്ങ് പൊളിഞ്ഞു പോയിട്ടിരിക്കും. അതുകൊണ്ട് ഇങ്ങനെയുള്ളവരുടെ കൂടെ ജീവിക്കാനായിട്ട് എങ്ങനെ നമുക്ക് സർവൈവ് ചെയ്യാം എന്ന് കുറച്ച് ടിപ്സൊക്കെ പറയാം കേട്ടോ. ചിലപ്പം വർക്ക് ചെയ്തേക്കാം. ഒന്നാമതായിട്ട് നമ്മൾ അവരെക്കുറിച്ച് വിശദമായിട്ട് അറിഞ്ഞിരിക്കണം. ഈ നാർസിസിസം എന്താണെന്ന് അറിയണം, കവേർഡ് നാർസിസിസം എന്താണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. എങ്കിൽ മാത്രമേ അങ്ങനെയാണോ നമ്മളെ യൂസ് ചെയ്യുന്നതെന്ന് അറിയാൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ അങ്ങനെ അവർ നമ്മളെ അതുപോലെ മാനിപ്പുലേറ്റ് ചെയ്ത് നമ്മളെ ഇമോഷണലി ഡ്രെയിൻ ചെയ്യുന്നെന്ന് അറിയുവാണെങ്കിൽ നമുക്ക് ആ സമയത്ത് നമുക്ക് ഏത് സ്റ്റെപ്പ് എടുക്കണമെന്ന് തീരുമാനിക്കാനായിട്ട് സാധിക്കും. പിന്നെ രണ്ടാമതായിട്ട് വേണ്ടത് സെറ്റിംഗ് ബൗണ്ടറീസ്. ഏത് നാർസിസ്റ്റുമായിട്ട് ജീവിക്കുമ്പോൾ സെറ്റിംഗ് ബൗണ്ടറീസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നിങ്ങൾ അവരുടെ ഇഷ്ടമില്ലാത്ത ബിഹേവിയേഴ്സ് ഇഷ്ടമല്ലെന്ന് തന്നെ പറയണം. ഫോർ എക്സാമ്പിൾ, നിങ്ങളുടെ ഭർത്താവ് നിങ്ങളുടെ വീട്ടുകാരെയും റിലേറ്റീവ്സിനെയും എല്ലാം ഏത് സമയവും വേണ്ടതിനും വേണ്ടാത്തതിനും എല്ലാം അങ്ങ് കുറ്റം പറയുവാണ്. ഭയങ്കരമായിട്ട് കുറ്റം പറയും, നിങ്ങളെ ഹേർട്ട് ചെയ്യും അത്. പക്ഷെങ്കിൽ ഇവരെ കണ്ടു കഴിയുമ്പോൾ, ഇപ്പം വീട്ടുകാരോ കുടുംബക്കാരോ ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ അല്ലേ അവരെ നേരിട്ട് കണ്ടു കഴിയുമ്പോൾ പിന്നെ ഭയങ്കര ചക്കര അടയാണ്. എന്നാ ഒരു അഭിനയമാണെന്നറിയോ, ഭയങ്കര ഇത്രയും നല്ല മരുമകനെ പിന്നെ കണ്ടിട്ടില്ല എന്നുള്ള ഭാവമാണ്. എന്നിട്ട് അവസാനം എന്താണെന്നറിയാമോ, നിങ്ങളാണ് നിങ്ങളുടെ വീട്ടുകാരോട് ദേഷ്യമുള്ളത് അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടുകാരെ വെറുപ്പിക്കുന്നത് എന്ന് അങ്ങനെ അങ്ങ് വരുത്തി തീർക്കുവാണ്. കാരണം അവരുടെ മുന്നിലെയോ എന്നാ നല്ല ബിഹേവിയർ ആണ്. മകള് ചിലപ്പോൾ ഉണ്ടല്ലോ ഈ പ്രഷർ കൊണ്ട് എന്തെങ്കിലുമൊക്കെ വീട്ടിൽ പറഞ്ഞു തന്നിരിക്കും, അന്നേരം മകളെ അങ്ങ് കുറ്റക്കാരത്തി ആക്കും. അങ്ങനെയെങ്കിൽ നിങ്ങൾ ധൈര്യമായിട്ട് പറയണം, മേലാൽ ഈ ഡബിൾ ഗെയിം കളിക്കാൻ പാടില്ല. സപ്പോസ് ഇനിയും എൻ്റെ വീട്ടുകാരെല്ലാവരും വന്നു കഴിയുമ്പോൾ നിങ്ങൾ ഭയങ്കരമായിട്ട് എക്സ്ട്രാ ഓർഡിനറി ആയിട്ട് ചെയ്യുവാണെന്ന് പറയുകയാണെങ്കിൽ നിങ്ങളുടെ ഒറിജിനൽ സ്വഭാവം നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാൽ നിങ്ങളുടെ മിന്നെ വെച്ച് ഞാൻ പറയുമെന്ന് പറയണം. ഒന്ന് പറഞ്ഞു നോക്കിക്കേ. ഇവർ ഭയങ്കര ഷൈയും പേടിയുള്ളവരുമാണ് കേട്ടോ. അങ്ങനെ നമ്മളൊന്ന് അറ്റാക്ക് ചെയ്യാൻ വരുവാണെങ്കിൽ ഇവർക്ക് ശകലം പേടി കാണും. അങ്ങനെ ഒരു ബൗണ്ടറി വെച്ച് കഴിഞ്ഞാൽ അത് ലംഘിച്ചാൽ അങ്ങനെ ചെയ്യുക തന്നെ വേണം. അല്ല, അതിനകത്തൊന്ന് പുറകോട്ട് പോകരുത്. എന്തിനാ പുറകോട്ട് പോകുന്നത്? നിങ്ങൾ ഇത്രയും ഇമോഷണൽ ഡ്രെയിൻ ചെയ്തിരിക്കുന്ന ഒരു വ്യക്തിയാണ് അല്ലേ. അതുപോലെ തന്നെ നിങ്ങളുടെ പാർട്ട്ണറിന്റെ ക്രിറ്റിസിസം നിങ്ങളെ ശരിക്കും വേദനിപ്പിക്കുന്നുണ്ടെങ്കിൽ അത് ധൈര്യമായിട്ട് പറയണം. പ്രത്യേകിച്ച് പബ്ലിക്കില്. ചുമ്മാതെ നമ്മളിപ്പം ഭാര്യയും ഭർത്താവുമാണ് വീട്ടിലിരിക്കുമ്പോൾ അതും ഇതും അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞെന്നൊക്കെ ഇരിക്കും. അതല്ല കാര്യം. നമ്മളെ പബ്ലിക്കിൽ വെച്ച് നമ്മളെ ഒന്ന് അവഹേളിക്കുന്ന പോലെയാണെങ്കിൽ അത് കണിശമായിട്ടും നിർത്തേണ്ടതാണ് എന്നും പറഞ്ഞുകൊണ്ട് ഇവരുടെ പൊയ്മുഖം, ഇവർക്ക് ഭയങ്കര പൊയ്മുഖമാണ്. ആളുകളുടെ മുന്നിൽ വെച്ച് ഭയങ്കരമായിട്ട് അങ്ങോട്ട് ഭാര്യയാണെങ്കിലും ചിലപ്പോൾ അങ്ങ് ഭയങ്കരമായിട്ട് പൊക്കിയെന്നിരിക്കും, അല്ലെങ്കിൽ നല്ലതായിട്ട് അങ്ങ് നുണയങ്ങ് പറഞ്ഞു കാണുമായിരിക്കും. ഇല്ലാത്ത കാര്യങ്ങളെല്ലാം പറയും. അങ്ങനെയാണെങ്കിൽ വാൺ ചെയ്യണം. ഇനി ഇല്ലാത്ത കാര്യങ്ങൾ ചുമ്മാ കിടന്ന് പറഞ്ഞു കഴിഞ്ഞ് ഞാൻ ആ മിന്നെ വെച്ച് പറയുമെന്ന് പറയണം. കാരണം എന്തിനാ ഇങ്ങനെ ഈ പൊയ്മുഖങ്ങൾ കാണിക്കുന്നത്? ഇതെനിക്കിഷ്ടമില്ല, അതുകൊണ്ട് അങ്ങനെ ചെയ്യാൻ പാടില്ല. ചെയ്താൽ ഞാൻ അവരുടെ മിന്നെ വെച്ച് പറയും, നിങ്ങൾ ഇത് വെറും പൊയ്മുഖമാണ് കാണിക്കുന്നത്, നിങ്ങൾ ഇങ്ങനെയല്ല സംസാരിക്കുന്നത് എന്നുള്ളത് പറയുമെന്ന് പറയണം. അപ്പോൾ ഒരാളുടെ മിന്നെ വെച്ച് ഒരാളെ പറഞ്ഞു കഴിയുമ്പം എല്ലാവരും വിശ്വസിക്കും ഇല്ലേ. അല്ലെങ്കിൽ പിന്നെ ഇയാളുടെ പുറകില് പറയുവാണ്, അയ്യോ എൻ്റെ ഭർത്താവ് അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓർക്കും ആ ഭാര്യയാണ് കുഴപ്പക്കാരിയെന്ന്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കേ, വർക്ക് ചെയ്യും. അതുപോലെ തന്നെ നിങ്ങൾ നോ പറയണമെന്ന് തീരുമാനിച്ച് നോ പറയേണ്ടിയെടുത്ത് നോ പറയണം. നമുക്കൊക്കെ ഉള്ളൊരു സ്വഭാവമാണ്, എനിക്കൊക്കെ ഉള്ളൊരു സ്വഭാവമാണ്. നമ്മളോട് ആരെങ്കിലും ഒരു സഹായം ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സൗകര്യങ്ങളോ അല്ലെങ്കിൽ നമ്മുടെ ടൈമോ എല്ലാം സാക്രിഫൈസ് ചെയ്തിട്ട് അവർക്ക് വേണ്ടി ചെയ്യും അല്ലേ. പക്ഷെ അത് എക്സ്പ്ലോയിറ്റ് ചെയ്യാനായിട്ട് ഇടവരുത്തരുത്. നമുക്ക് ഔട്ട് ഓഫ് ഫ്രണ്ട്ഷിപ്പോ സ്നേഹത്തിലോ ഒക്കെ ചെയ്തെന്നിരിക്കും, പക്ഷെ അത് എക്സ്പ്ലോയിറ്റ് ചെയ്യാനായിട്ട് അനുവദിക്കരുത്. ഈ നാർസിസ്റ്റുകളൊക്കെ ഒരു കാര്യമുണ്ട്, അവരുടെ കാര്യം നടക്കാൻ വേണ്ടി നമ്മളെ അങ്ങ് പൊക്കോ അല്ലെങ്കിൽ ഭയങ്കര സ്വീറ്റ് ആയിട്ട് പെരുമാറുകയോ ഒക്കെ ചെയ്യും. പക്ഷെ അത് നിങ്ങൾ മനസ്സിലാക്കണം, ഇത് നിങ്ങളെ യൂസ് ചെയ്യുന്ന ഇത് മാത്രമാണോ, നിങ്ങളെ അവരുടെ കാര്യം സാധിക്കാൻ വേണ്ടിയാണോ യൂസ് ചെയ്യുന്നത്? ഇടയ്ക്ക് ജസ്റ്റ് ഒന്ന് ടെസ്റ്റ് ചെയ്താൽ മതി. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ആവശ്യമുള്ളപ്പം അവർ നിങ്ങളുടെ കൂടെ വരാൻ പറയുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഹെൽപ്പ് അവരോട് ചോദിച്ചു നോക്കിക്കേ. ഈ നാർസിസിസ്റ്റ് ആയിട്ടുള്ള ആൾക്കാർ അവർക്ക് ഗുണമില്ലാത്ത കാര്യങ്ങൾ ചെയ്തു തരത്തില്ല. അപ്പം അങ്ങനെയാകുമ്പോൾ നിങ്ങളും നോ പറയേണ്ടിയെടുത്ത് നിങ്ങൾ നോ പറയാനായിട്ട് ശരി. പിന്നെ അവരോട് കൂടുതലായിട്ടൊന്നും ഒത്തിരി എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകണ്ട.
എനിക്കും ഒക്കെ ഉള്ളൊരു സ്വഭാവമാണ്. നമ്മളെ എന്തെങ്കിലും ക്രിട്ടിസൈസ് ചെയ്ത് നീ അങ്ങനെ പറഞ്ഞില്ലേ ഇങ്ങനെ പറഞ്ഞില്ലേ എന്നൊക്കെ പറയുമ്പോൾ ഉണ്ടല്ലോ ഞാനങ്ങ് എക്സ്പ്ലെയിൻ ചെയ്യും. അയ്യോ, എക്സ്പ്ലെയിൻ ചെയ്യുന്നത് എന്തിനാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സിറ്റുവേഷൻ മനസ്സിലാക്കി കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മുടെ ഇന്നസെൻസ് മനസ്സിലാവുമല്ലോ എന്ന് വിചാരിച്ചാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. പക്ഷെങ്കിൽ അതിന്റെ ദൂഷ്യവശം എന്നാണെന്നറിയാമോ, നമ്മൾ ഈ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്ത് കഴിയുമ്പോഴത്തേനുണ്ടല്ലോ ഇവരുടെ ഒരു വിചാരം അയ്യോ ഗിൽറ്റി ഫീലിങ്സ് കൊണ്ടാണ് അത്ര എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. വാസ്തവത്തിൽ അതല്ല. കാരണം നമ്മൾ സിൻസിയർ ആയിട്ടൊരു കാര്യം ചെയ്യുമ്പോൾ അതല്ലെന്ന് പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഈഗോ ഹേർട്ട് ചെയ്യും. അപ്പോഴത്തേനാണ് നമ്മൾ പറയുന്നത്. പക്ഷെ അങ്ങനെ പറയണ്ട. അവരങ്ങനെയാണ് വിചാരിച്ചിരിക്കുന്നത്, നീ കള്ളിയാണ്, നീ നുണച്ചിയാണ്. ആയിക്കോട്ടെ, ഞാൻ നുണച്ചിയാ, അതിനിപ്പോൾ എന്നാ വേണം, ഞാൻ അങ്ങനെയാ, നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നോട് കൂട്ടുകൂടിയാൽ മതി എന്നങ്ങ് പറയണം. അതൊക്കെ പറയാനായിട്ട് ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളാണ്. പക്ഷെങ്കിൽ എക്സ്പ്ലെയിൻ ചെയ്യാതെ ഇരിക്കുക. കാരണം എന്നാന്ന് വെച്ചാൽ അവർ മുഴുവൻ സെൽഫ് സെന്റേർഡ് ആണ്. അവരുടെ കാര്യം മാത്രം മതി. അവരാണ് ഏറ്റവും നല്ലവർ എന്നുള്ള ഭാവത്തിലാണ് നടപ്പ്. മറ്റുള്ളവരെല്ലാരും പോ. പിന്നെ വേറൊരു കാര്യമുണ്ട്, നമ്മളിങ്ങനെ ബൗണ്ടറീസ് ഒക്കെ സെറ്റ് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേന് പിന്നെ ഇമോഷണൽ ഡ്രാമയാണ്. അയ്യോ നീ കാരണമാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്, നീയാണ് എന്നെ ഹരാസ് ചെയ്യുന്നത്, മറ്റേതാണെ മറിച്ചതാണെന്നും പറഞ്ഞിട്ട് നമ്മളെ അങ്ങ് പറഞ്ഞ് ഗിൽറ്റി ഫീലിങ്സ്, ഗ്യാസ് ലൈറ്റിങ് ഒരു ഇത് വരും. മനസ്സിലായോ? കാരണം അവര് പറയുന്നതെല്ലാം ശരിയാണ്. നമ്മൾ എന്തെങ്കിലും മറുപടി പറഞ്ഞു കഴിഞ്ഞാലാണ് അതാണ് തെറ്റെന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡാണ് എടുക്കുന്നത്. കുറച്ച് കഴിയുമ്പോൾ നമ്മൾ ഓർക്കും അയ്യോ ഇത് ശരിയാ, ഞാൻ തന്നെയാണോ കുറ്റക്കാരി, അങ്ങനെ വരുത്തി തീർക്കാനായിട്ടാണ് അവർക്കിഷ്ടം. അങ്ങനെയുള്ളപ്പോൾ അവരുടെ ഇമോഷണൽ ഡ്രാമയിൽ അവർ കാല് പിടിക്കും കൈ പിടിക്കും എല്ലാം കുറ്റം കാണിച്ചേച്ച് കണ്ടുപിടിച്ചെന്ന് അറിഞ്ഞു കഴിയുമ്പോഴത്തേന് അതുപോലെ എല്ലാം ചെയ്യും. പക്ഷെ അവരുടെ ഇമോഷണൽ ഡ്രാമയിലൊന്നും വീണു പോകരുത്. പിന്നെ ഒരു നാർസിസിസ്റ്റ് നിങ്ങളെ ഇൻസൾട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ധൈര്യമായിട്ട് പറയണം. ആ നിമിഷം തന്നെ പറയണം, നിങ്ങൾ എന്നെ താഴ്ത്തി കെട്ടാനായിട്ടല്ലേ ഇങ്ങനെ പറയുന്നത്, അത് ഞാൻ ടോളറേറ്റ് ചെയ്യുകയെന്നുള്ളത് പറയണം. വാസ്തവം പറഞ്ഞുകൊണ്ടല്ലേ ഈ നാർസിസ്റ്റുകൾക്ക് അവരെന്താ ചെയ്യുന്നെന്നുള്ളതിന് ഒരു വിവരവും ഇല്ല. അവർക്കറിയാൻ മേല. അവർക്കെല്ലാവരുടെ മുകളിലും ആധിപത്യം വേണം, അവർ വലിയ ആളാണെന്നങ്ങ് കാണിക്കണം. അതിനുവേണ്ടിയാണ് ഈ കണ്ട ഡ്രാമ മുഴുവൻ കാണിക്കുന്നത്. അപ്പം നമ്മളിങ്ങനെ പറയുന്ന പക്ഷെ ഒരു നിമിഷം അവർ വേണേ പോസ് ചെയ്ത് അവർ തിങ്ക് ചെയ്യുമ്പോൾ നമുക്ക് അവരുടെ ആ ഒരു നാർസിസ്റ്റിക് ബിഹേവിയർ ഒന്ന് പോസ് ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ പിന്നെ നിങ്ങൾ എന്താ എടുക്കുക പറഞ്ഞാൽ നിങ്ങളിൽ തന്നെ ഫോക്കസ് ചെയ്യുക. ആ നാർസിസ്റ്റിനെ പറ്റിയുള്ള ചിന്തകളൊക്കെ മാറ്റി വെച്ചിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുക. ഒട്ടും സഹിക്കാൻ പറ്റുകയില്ലെന്ന് പറയുവാണെങ്കിൽ നിങ്ങളിങ്ങനെ ബൗണ്ടറി ഇട്ട് നോക്കി, നിങ്ങൾ പറഞ്ഞു നോക്കി എങ്കിൽ പിന്നെയും ഈ ടോർച്ചറിങ് ആണ് അനുഭവിക്കുന്നതെന്ന് പറയുവാണെങ്കിൽ നിങ്ങൾ കണിശമായിട്ടും ആ ബന്ധം വേണമോ വേണ്ടായോ എന്ന് ആലോചിക്കണം. നിങ്ങൾക്ക് മാത്രമേ അറിയാമുള്ളൂ എന്ത് ചെയ്യണമെന്ന്. അതിന് ഏറ്റവും നല്ലൊരു കാര്യം സൈക്കോളജിക്കൽ കൺസൾട്ടേഷൻ ആണ്. ഒരു തെറപ്പി അത്യാവശ്യമാണ്. കൂടാതെ നമുക്ക് കുറച്ച് സെൽഫ് കെയർ ചെയ്ത് കഴിഞ്ഞാലും നമ്മൾക്ക് ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ നിന്നൊക്കെ രക്ഷപ്പെടാനായിട്ട് സാധിക്കും. ഒരു കാര്യം ഞാൻ പറയട്ടെ, കുടുംബജീവിതമാകുമ്പോൾ അതിനകത്ത് പ്രശ്നങ്ങളും എല്ലാം വരും. ഫാമിലിയിൽ മദർ-ഇൻ-ലോ ആയിട്ടും മദറായിട്ടും സിബ്ലിങ്സ് ആയിട്ടും എല്ലാം പ്രശ്നങ്ങളെല്ലാം വരും. അതിനെ ഒന്നും നാർസിസിസ്റ്റ് ബിഹേവിയർ ആണെന്നും പറഞ്ഞുകൊണ്ടൊന്നും ലേബൽ ചെയ്തൊന്നും വെക്കേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ. പക്ഷെ നിങ്ങളെ അത് നിങ്ങളുടെ സെൽഫ് എസ്റ്റീമിനെ അത് ബാധിക്കുന്നുണ്ട്. നിങ്ങളെ ഒരുപാട് അങ്ങ് താഴ്ത്തി കെട്ടുകയാണ് എന്നൊക്കെ വന്നു കഴിയുമ്പോൾ മാത്രം, അല്ലാതെ ആരും ഒരു ഡ്രാസ്റ്റിക് തീരുമാനം എടുക്കാനായിട്ടൊന്നും ഞാൻ ഒരിക്കലും പറയത്തില്ല കേട്ടോ. ജീവിതം എന്താണെന്നുള്ളത് നിങ്ങൾ തന്നെ മനസ്സിലാക്കണം. നിങ്ങൾക്കേ അറിയാവുള്ളൂ. നിങ്ങൾക്ക് ആ വീട്ടിൽ അനുഭവിക്കുന്ന വിഷമങ്ങളും പ്രയാസങ്ങളും ഒക്കെ, ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആൾക്കാരുണ്ട്. അതുകൊണ്ട് ഇങ്ങനെയുള്ളവരെ എങ്ങനെ നേരിടണമെന്ന് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പം നിങ്ങൾക്ക് ഡീപ്പ് ബ്രീതിങ് എക്സർസൈസ് ചെയ്യാവുന്നതാണ്. ചിലപ്പോൾ നമുക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങളൊക്കെയാണ് വീട്ടിൽ നടക്കുന്നത്. ഇപ്പം ഭർത്താവ് പറഞ്ഞെന്നിരിക്കും, ഭാര്യ പറഞ്ഞെന്നിരിക്കും, അല്ലെങ്കിൽ മദർ പറഞ്ഞെന്നിരിക്കും, മദർ-ഇൻ-ലോ പറഞ്ഞെന്നിരിക്കും. അങ്ങനെയൊക്കെയുള്ള സമയത്ത് നമുക്ക് ഡീപ്പ് ബ്രീതിങ് എടുക്കാൻ സാധിക്കും. മിണ്ടേണ്ടടുത്ത് മിണ്ടിയാൽ മതി എന്നുള്ള ഒരു വിചാരം വേണം. പകുതി കേട്ടില്ല എന്ന് വിട്ടുകളയാനായിട്ട് നോക്കണം. അതുപോലെ തന്നെ നമുക്ക് മെഡിറ്റേഷൻ നല്ലതാണ്, എക്സർസൈസ് നല്ലതാണ്. നിങ്ങളിൽ തന്നെ ഒന്ന് ഫോക്കസ് ചെയ്ത് നോക്കൂ. അങ്ങനെയാകുമ്പോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കാനായിട്ട് സാധിക്കും. എന്നും പറഞ്ഞുകൊണ്ട് അടിയറവ് പറഞ്ഞ് നിങ്ങളെ ഒരു ഗ്യാസ് ലൈറ്റിങ്ങിന് ഇരയാകാതെ നോക്കണം. അതെന്താണെന്ന് മനസ്സിലാക്കിയിട്ട് വേണ്ട നടപടികൾ എടുക്കണം. അങ്ങനെ ആരുടെയും പീഡനത്തിന് അടിമയായിട്ട് ജീവിക്കേണ്ട യാതൊരു കാര്യവുമില്ല കേട്ടോ. അപ്പോൾ എല്ലാവരും ടേക്ക് കെയർ. അടുത്ത വീഡിയോയിൽ ഞാൻ ഈ നാർസിസിസ്റ്റ് ആയിട്ടുള്ള എന്ന് പറഞ്ഞാൽ എക്സ്ട്രീം ആയിട്ടുള്ള ആൾക്കാരുടെ അടുത്താണ് കേട്ടോ. ചുമ്മാതെ വീട്ടിലുള്ള ഒരു വാക്ക് തർക്കത്തിനോ അല്ലെങ്കിൽ ഒരു അഭിപ്രായ വ്യത്യാസനോ ഒന്നും ആരും ഇടപെടേണ്ട കാര്യമില്ല കേട്ടോ. ഇങ്ങനെയൊന്നും പറയരുത്. പക്ഷേ നാർസിസിസ്റ്റ് ആയിട്ടുള്ള നിങ്ങൾക്കൊരു സ്വാതന്ത്ര്യവും ഇല്ല. നിങ്ങൾക്കൊരു 10 പൈസ ചെലവാക്കാൻ പറ്റത്തില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ നിന്ന് പോകാൻ പറ്റത്തില്ല. ഒരു ഡ്രസ്സ് മേടിക്കണേ പോലും അവരുടെ കയ്യിൽ നിന്ന് കാശ് വേണം.
അല്ലെങ്കിൽ നിങ്ങളെ ഭയങ്കരമായിട്ട് നിങ്ങൾ നല്ല മിടുക്കിയാണെങ്കിൽ മറ്റുള്ളവരുടെ മിന്നെ വെച്ച് പറയുക അവളെ കൊണ്ട് ഒന്നിനും കൊള്ളത്തില്ല, അവൾ അങ്ങനെയാ ഇവളിങ്ങനെയാ, താനാണ് ഭയങ്കര മിടുക്കൻ എന്നുള്ള ഒരു അഭിനയമൊക്കെ ഉണ്ട്. അങ്ങനെയൊക്കെ ഉള്ളെന്ന് പറഞ്ഞു കഴിയുമ്പോഴാണ് നമ്മൾ ശരിക്കും ഇതെന്താണെന്നൊന്ന് ആലോചിക്കേണ്ടത് കേട്ടോ. സഹിക്കാൻ മേലാതെ വരുമ്പോൾ കുറച്ചൊക്കെ തമാശന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പറയും, അതൊന്നും ഒരു കാര്യമാക്കണം. അപ്പൊ അങ്ങനെയുള്ള സമയത്തിൽ ചില ഫ്രേസസ് ഒക്കെ ഉണ്ട്, നമുക്ക് ഈ നാർസിസ്റ്റുകളെ ഒന്ന് പോസ് ചെയ്യിപ്പിക്കാനായിട്ടുള്ള ഫ്രേസസ് ഉണ്ട്. അത് ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം. അപ്പം സോ ലോങ്, ടേക്ക് കെയർ. ഓക്കെ, ബൈ.